വണ്ണം വെച്ചിരിക്കുന്നതിൻ്റെ പേരിൽ എന്നും കൂട്ടുകാരികളുടെ അടുത്തു നിന്ന് കളിയാക്കലും അവണ്ണം കേട്ടോണ്ടിരിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ ഒരിക്കലും ഒരു സീരിയൽ കില്ലറിനെ കണ്ടുമുട്ടുകയും അവനാണെങ്കിൽ ഇവളെ കളിയാക്കുന്നവരെ ഓരോരുത്തരെ തേടി പിടിച്ച് കൊല്ലാനും തുടങ്ങും. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2022 റിലീസ് ചെയ്ത പിഗ്ഗി എന്ന് പറയുന്ന സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ സാറ എന്ന് പറഞ്ഞ ടീനേജ് ഒരു ഗേളിനെയായിരുന്നു. അവളാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ കടയിൽ ഇറച്ചി വീട്ടിനൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവളുടെ അമ്മയാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അവളെ വെളിയിലൊന്നും വിടത്തില്ല. അവളുടെ എക്സാം ഒക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പോലും വേനൽക്കാലത്ത് പോലും അവളെ ആഘോഷിക്കാനൊക്കെ വിടത്തില്ലായിരുന്നു. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ സാറേനെ ആരും കൂട്ടത്തുമില്ലായിരുന്നു. അവളാണെങ്കിൽ എപ്പോഴും ഒറ്റപ്പെട്ടായിരുന്നു. കൂട്ടുകാരൊക്കെ ഫംഗ്ഷനൊക്കെ വെച്ചാൽ പോലും ഇവളെ വിളിക്കത്തില്ലായിരുന്നു. ഇതൊന്നുമല്ലാതെ സാറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെപ്പോഴും ബോഡി ഷെയിം കേൾക്കേണ്ടി വരുമായിരുന്നു. ഇത്രയും വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ കൂട്ടുകാരൊക്കെ എപ്പോഴും കളിയാക്കും. മെയിനായിട്ട് മാക്ക, റോസിയോ, ക്ലോഡിയ എന്ന് പറഞ്ഞ 3 പെണ്ണുങ്ങൾ. അവളമാർ എപ്പോഴും വന്ന് ഇവളെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടിരിക്കും. അവൾക്ക് ഈ ക്ലോഡിയ എന്ന് പറഞ്ഞവളാണെങ്കിൽ ഇവളെ കളിയാക്കാൻ ശരിക്കും വിഷമം തോന്നും. കാരണം ഇവർ രണ്ടുപേരും ചെറുപ്പത്തിൽ നല്ല കൂട്ടുകാരായിരുന്നു. പിന്നീട് ആ 3 കൂട്ടുകാരികളും ആണെങ്കിൽ സാറയുടെ കടയിലേക്ക് വരും. അതിനുശേഷമാണ് സാറയെ ഫാമിലി അറിയാത്ത അവരുടെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ട് 3 ലിറ്റിൽ പിക്സ് എന്നുള്ള ഹാഷ്ടാഗ് കൊടുക്കുന്നത്. ഇതാണെങ്കിൽ സാറ കണ്ടിട്ട് അവൾക്ക് ശരിക്കും വിഷമം. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മളൊരു സ്ട്രേഞ്ചർ ആണെങ്കിൽ ഒരു പൂളിന് ഇവിടെ പെണ്ണുങ്ങളെ നോക്കി ഇരിക്കുന്നത് കാണുന്നത്. അന്നേരമാണ് ലൈഫ് ഗാർഡ് ആണെങ്കിൽ ഈ സ്ട്രേഞ്ചർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് അവനെ കയറി കോമാളി എന്ന് വിളിക്കുന്നത്. പിന്നീട് നമ്മൾ കാണിക്കുന്ന സാറേനെ തന്നെയായിരുന്നു. അവളുടെ അമ്മ പറയും അവൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ അച്ഛനെ ഹണ്ടിങ് സഹായിക്കാൻ പോകാൻ. പക്ഷേ സാറയാണെങ്കിൽ അവളുടെ അമ്മ പറയുന്നതൊക്കെ അത് നേരെ പൂളിലേക്ക് പോകും. അവളാണെങ്കിൽ ആരുമില്ലാത്ത സമയം നോക്കിയായിരുന്നു പൂളിൽ ചെന്നത്. പതിയെ അവളാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആ സ്ട്രേഞ്ചർ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത്. അവൾ നോക്കുമ്പോഴത്തേക്കിനും പുള്ളിയാണെങ്കിൽ ഇവളെ കളിയാക്കാനൊന്നും നിന്നിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ ഇവളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ 3 ഗേൾസ് അവിടെ വരുന്നതും അവരാണെങ്കിൽ അവിടെ നിന്ന് ഇവളെ പിഗ്ഗീന്ന് വിളിച്ചിട്ട് പന്നിയുടെ ശബ്ദമൊക്കെ ഉണ്ടായി കളിയാക്കുന്നതും. അങ്ങനെ സ്ട്രേഞ്ചർ ആണെങ്കിൽ തിരിച്ച് കയറി പോകുമ്പോഴത്തേക്കിനും സാറാണെങ്കിൽ പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങും. അവളെ കണ്ണടച്ച് നീന്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ലൈഫ് ഗാർഡിൻ്റെ ബോഡി കിടന്ന് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പതിയെ അവൾ പൊങ്ങി വരുമ്പോഴത്തേക്കിനുമാണ് ആ ഗേൾസ് എല്ലാം കൂടെ അവളുടെ തലയിലേക്ക് വല വെച്ച് അവളെ ട്രാപ്പാക്കിയിട്ട് ആ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൈസായിട്ട് ആ വീഡിയോ കിട്ടി കഴിയുമ്പോഴത്തേക്കിനും 3 ഗേൾസും കൂടെ ഇവളുടെ ആ ഡ്രസ്സ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടും. അതോടുകൂടി സാറ് പെട്ടു. സാറാണെങ്കിൽ ഇന്നർവ്യൂ ഇട്ട് വഴി കൂടെ പോകേണ്ട അവസ്ഥ വരും. അവളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വേണം 3 ബോയ്സ് വന്നിട്ട് ഇവളെ കളിയാക്കുക തട്ടുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവളാണെങ്കിൽ അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനാണ് ഒറ്റപ്പെട്ട ഒരു വാൻ കിടക്കുന്ന കാണുന്നത്. അതാണെങ്കിൽ സ്ട്രേഞ്ചറിൻ്റെ വാനായിരുന്നു. അവളതൊന്നും മൈൻഡാക്കാതെ അവിടെ നിന്ന് പോകാൻ നേരത്താണ് നമ്മളെ കാണിക്കുന്നത്. ആ വാൻ്റെ തൊട്ട് പുറകിലായിട്ട് മോക്കയാണെങ്കിൽ രക്തത്തിൽ കുളിച്ച് എഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സ്ട്രേഞ്ചർ ആണെങ്കിൽ അവളെയും കൂടെ വലിച്ചാട്ട് ആ വാൻ്റെ അകത്തേക്ക് ഇടും. അങ്ങനെ സ്ട്രേഞ്ചർ വാനെടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ സാറയാണെങ്കിൽ തിരിഞ്ഞു പോകും. അന്നേരമാണ് ക്ലോഡിയാണെങ്കിൽ വാനിൻ്റെ പുറകിൽ ഇവളോട് സഹായം ചോദിക്കുന്നത്. ഇവളതുകൊണ്ട് പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും ആ വാൻ അവിടെ നിർത്തിയ ശേഷം സ്ട്രേഞ്ചർ വെളിയിലോട്ട് പതിയെ ഇറങ്ങി വരും. എന്നിട്ട് അവൾക്കൊരു ടവലിട്ട് കൊടുത്തിട്ട് അവനാണെങ്കിൽ ആ വണ്ടി എടുത്ത് പോകും. സാറാണെങ്കിൽ പതിയെ ടവൽ എടുത്തുകൊണ്ട് വീട്ടിലേക്കും പോകും. അങ്ങനെ തിരിച്ച് അവൾ ടവലിലാണെങ്കിൽ സിറ്റി കൂടെ പോകുമ്പോഴത്തേക്കിനും അവിടെയുള്ള പോലീസുകാരനായിട്ടുള്ള കാർലിറ്റോസ് ഇവളെ കാണുമായിരുന്നു. അവനാണെങ്കിൽ ഇവൾ ശരിക്കും ഓക്കെ അല്ലെന്ന് ഇങ്ങനെ ഡൗട്ട് അടിച്ച് നോക്കും. പക്ഷേ അവളാണെങ്കിൽ അവനൊന്നും മൈൻഡ് കൊടുക്കാതെ നേരെ വീട്ടിലേക്ക് പോകും. പിന്നീട് വീട്ടിൽ ചെന്ന സാറാണെങ്കിൽ മൈൻഡ് റെഡിയാകാൻ വേണ്ടിയിട്ടൊന്ന് കുളിക്കും. തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കിനും അവളുടെ അമ്മയാണെങ്കിൽ അവളുടെ ദേഹത്തെ സൺബേൺ പൊള്ളലൊക്കെ കാണുന്നത്. അങ്ങനെ വെളിയിൽ പോയതിൻ്റെ പേരിൽ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അവൾക്ക് ഇതൊന്നും ശ്രദ്ധിച്ച സമയമില്ലായിരുന്നു. നേരെ അവളുടെ മുറിയിലേക്ക് എന്നിട്ട് അവൾ ആരും കാണാതെ ഒളിച്ച് നിന്ന് ചോക്ലേറ്റ് കഴിച്ച ശേഷം ലാപ്ടോപ്പ് എടുത്ത് നോക്കും. അന്നേരമാണ് 3 പെണ്ണുങ്ങളും കൂടെ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റിൽ ഇവൾക്ക് ഒരുപാട് ബുള്ളിങ് വരുന്നത് കാണുന്നതും. അങ്ങനെ ഇവൾ തീരുമാനിക്കും അവളിന്ന് കണ്ട കാര്യങ്ങളൊന്നും പോലീസിനോട് പറയുന്നില്ല, അവരെ അനുഭവിക്കുന്നതല്ല അനുഭവിക്കട്ടെന്ന്. പിറ്റേന്ന് സാറയുടെ അച്ഛനാണെങ്കിൽ കടയിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ അവളെ കടയിലേക്ക് പറഞ്ഞു വിടും. അങ്ങനെ അവൾ കട ചെന്നിട്ടാണെങ്കിൽ അവൾക്കൊണ്ട് ചോക്ലേറ്റ് എടുത്തുകൊണ്ട് വരും. അന്നേരമാണ് കടക്കാരൻ അവളുടെ വീട്ടുകാരറിഞ്ഞ അവളെ പ്രശ്നത്തെ പറ്റി ചോദിക്കുമ്പോൾ അവളെ ചോക്ലേറ്റ് അവിടെ വെച്ചിട്ട് ബാക്കി സാധനങ്ങളുമായിട്ട് വരും. അവൾ പോയിട്ട് തൊട്ട് പുറകെ ആ സ്ട്രേഞ്ചർ വന്നിട്ടാണെങ്കിൽ അത്രയും ചോക്ലേറ്റ് മേടിക്കും. അവൾ വെളി വരുമ്പോഴത്തേക്കും ആ സിറ്റിയിലെ ആൾക്കൂട്ടും ഇതൊക്കെ കണ്ടിട്ട് അവൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നും. അന്നേരമാണ് അവളുടെ അമ്മ വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പോകുന്ന വഴിക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും പൂളിൽ പോലീസുകാർ ഒരുപാട് ആളുകൾ നിൽക്കുന്ന കാണും. അങ്ങനെ അവളുടെ അമ്മയാണെങ്കിൽ ഇവളെയും കൂടെ പൂളിനെ അങ്ങോട്ട് പോകും. സംഭവം എന്നാ നടന്നതറിയാം. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ലൈഫ് ഗാർഡിൻ്റെ ബോഡിയും കിട്ടി. അതുപോലെ ഈ 3 പെണ്ണുങ്ങൾ മിസ്സിങ് ആയിട്ട് കൊണ്ടുവന്നത്. അങ്ങനെ സാറയുടെ അമ്മയാണെങ്കിൽ അത്രയും പേർ മുമ്പ് വെച്ച് ചോദിക്കും, നീ പൂളി വന്നല്ലേ കുളിച്ചത്, അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിയാലോ, എന്തെങ്കിലുമൊക്കെ കണ്ടു കാണത്തില്ലെന്ന്. പക്ഷേ സാറയാണെങ്കിൽ പെട്ടെന്ന് പറയും അവളാണെങ്കിൽ പൂളിലല്ലായിരുന്നു റിവറിലാണ് ചെന്ന് കുളിച്ചെന്നും അവിടെ നിന്ന് ആരും ഇല്ലായിരുന്നു, ഒറ്റയ്ക്കായിരുന്നെന്നും പറയും. അത് കഴിഞ്ഞ് അവളുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ ആവശ്യമില്ലാതെ സംസാരിച്ചതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ചൂടായിട്ട് അവൾ അങ്ങോട്ട് പോകും. അന്നേരമാണ് ആ കാർലിറ്റോസ് വന്ന് അവളുടെ അമ്മയോട് പറയുന്നത് അവളെ ഒന്ന് ഫോളോ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിക്കും ചോദിക്കുക. കാരണം ആ കാർലിറ്റോസ് കണ്ടായിരുന്നു അവളിങ്ങനെ തിരിച്ചു വരുന്നതെന്ന്. അന്നേരത്തേക്കും കാർലിറ്റോസിനാണെങ്കിൽ മേലുദ്യോഗസ്ഥനെ അങ്ങോട്ട് വിളിക്കുക. ഇവരാണെങ്കിൽ വീട്ടിലേക്ക് പോകും. വീട് ചെന്ന ശേഷം സാറയുടെ അമ്മയാണെങ്കിൽ അവളുടെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഇന്നത്തെ ഒരു ഫുഡിലൊക്കെ ചെറിയ മാറ്റം വരുത്തുമെന്ന് പറയും. ഇതേ സമയത്ത് ഇവരുടെ തൊട്ട് ഓപ്പോസിറ്റ് വീട്ടിലാണെങ്കിൽ ആ സ്ട്രേഞ്ചർ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഓണറിനെ കെട്ടിയിട്ട് വന്ന ശേഷം അവനാണെങ്കിൽ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം സാറേ ഫാമിലി ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കിനുമാണ് ക്ലോഡിയുടെ അമ്മ അങ്ങോട്ട് വരുന്നതും മകളെ ഇങ്ങനെ മിസ്സിംഗ് ആയിട്ടുണ്ട്, സാറേ എങ്ങനെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നതും. അന്നേരമാണ് സാറയുടെ അമ്മ അവരോട് ചൂടാകുന്നത്. ഇവളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ട് പിന്നീട് ഇവളെ എപ്പോഴും ബുള്ളി ചെയ്യാനേ അവൾക്കൊക്കെ സമയം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സാറ് പിന്നീട് അവളുമായിട്ട് വലിയ കോൺടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു പറയും.
അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് സാറാണെങ്കിൽ റൂമിൽ വന്നിട്ട് ചോക്ലേറ്റ് എടുത്ത് കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് തീർന്നിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ജനലിൽ അവിടെ എന്തോ ഒച്ച കേട്ട് അവൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ആരോ ചോക്ലേറ്റ് കൊണ്ട് വെച്ചേക്കുന്നത് കാണുന്നത്. അവൾക്കാണെങ്കിൽ ആരാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാലും ആ ചോക്ലേറ്റ് ഞാൻ കഴിക്കും. അത് കഴിഞ്ഞാണ് അവൾ ഓർക്കുന്നത് അവളുടെ ഫോൺ മിസ്സായിട്ടുണ്ട്, അതെങ്ങനെയും കണ്ടുപിടിക്കണം അവളൊന്ന്. അങ്ങനെ അവൾ നൈസായിട്ട് അവളുടെ അച്ഛന് ഡ്രിങ്ക് കൊടുത്ത് മയക്കിയ ശേഷം അച്ഛൻ്റെ ഫോൺ എടുത്ത് അത് വെട്ടിപ്പോഴാണെങ്കിൽ നേരെ ഫോറസ്റ്റിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് പതിവുള്ള ഫോൺ കണ്ടുപിടിക്കാൻ വേണ്ടി ബെല്ലടിപ്പിച്ച് ആ ഡയറക്ഷൻ നോക്കി പോകാൻ വേണ്ടി തുടങ്ങും. ഇതേ സമയത്ത് തന്നെ കാർലിറ്റോസും മേലുദ്യോഗസ്ഥനും കൂടെ അതേ ഫോറസ്റ്റിൽ തന്നെ അന്വേഷിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാർലിറ്റോസ് ആണെങ്കിൽ മേലുദ്യോഗസ്ഥനും സാറേനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറയും. പക്ഷേ മേലുദ്യോഗസ്ഥനാണെങ്കിൽ അതിനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു. ഇപ്പം മിസ്സിംഗ് ആയ ആൾക്കാരെ കണ്ടുപിടിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ സാറാണെങ്കിൽ അവളുടെ ഫോണിലേക്ക് ബെല്ലടിപ്പിച്ച് ആ ശബ്ദം വരെ ഡയറക്ഷൻ നോക്കി ആ ഫോണാണെങ്കിൽ കണ്ടുപിടിക്കും. അതേസമയത്ത് തന്നെ ആ സ്ട്രേഞ്ചറും അങ്ങോട്ട് വരും. ഇതേ ഫോറസ്റ്റിൽ തന്നെയായിരുന്നു ആ കാണാതെ വേറെ ഫാമിലി ആണെങ്കിൽ അവർ ഒരു ആപ്പ് വെച്ച് ഫോൺ ട്രാക്ക് ചെയ്ത് ആ ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ട്രേഞ്ചർ ആണെങ്കിൽ പതി അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് സൈലൻ്റ് ആയിട്ട് ഇരിക്കണമെന്ന് പറയും. പിന്നീട് അവളെയും വിളിച്ചുകൊണ്ട് ഫോറസ്റ്റിൻ്റെ അകത്തുള്ള ഒരു ചെറിയ വീട്ടിലേക്ക് പോയിട്ട് അവിടെ അവർ രണ്ടുപേരും ഒളിച്ചിരിക്കും. അവളെ അവിടെ വിളിപ്പിച്ചിട്ട് ശേഷം സ്ട്രേഞ്ചർ ആണെങ്കിൽ അങ്ങ് പോകും. ഇതേ സമയത്ത് തന്നെ ഫാമിലി അത് വഴി പോകുമ്പോഴത്തേക്കും സാറയാണെങ്കിൽ അവർ കാണാതെ അവിടെ തന്നെ ഒളിച്ചിരിക്കും. ആ ഫാമിലി ആണെങ്കിൽ അവിടെ നിന്ന് കടന്നു പോയി കഴിഞ്ഞിട്ട് കഴിയുമ്പോഴത്തേക്കും അവരുടെ കരച്ചിൽ കേട്ടിട്ട് കാർലിറ്റോസും ആ മേലുദ്യോഗസ്ഥനും കൂടെ അങ്ങോട്ട് ചെല്ലും. അവർ നോക്കുമ്പോഴത്തേക്കും അതാണെങ്കിൽ ആ സ്വിമ്മിംഗ് പൂളിലെ തന്നെ വെയിറ്റേഴ്സിൻ്റെ ബോഡിയായിരുന്നു അവിടെ കിടന്നത്. പിന്നീട് അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് വീട്ടിൽ വന്ന സാറയാണെങ്കിൽ നേരെ തന്നെ ഒരു തെളിവില്ലാതിരിക്കാൻ വേണ്ടി അവളുടെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിലിട്ട് അലക്കാൻ വേണ്ടി തുടങ്ങും. പിന്നീട് കിടക്കാൻ വേണ്ടി ചെന്ന സാറയാണെങ്കിൽ പതിയെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ആരോ അവളുടെ ജനലിലേക്ക് കല്ലെടുത്ത് എറിയുന്നത്. സാറ ഇറങ്ങി ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതാണെങ്കിൽ ആ 3 ഗേൾസിൻ്റെ കമ്പനിക്കാരനായിട്ടുള്ള പെട്രോ ആയിരുന്നു. അവനാണെങ്കിൽ ഇവളോട് അന്ന് ആ പൂളിൽ എന്നാ നടന്നതെന്ന് ചോദിക്കും. ഇവളാ കള്ളം പറയാൻ നോക്കുമ്പോഴത്തേക്കിനുമാണ് ഇവൻ പറയുന്നത് അവളമാർ അന്ന് ഇവളെ പൂള് വെച്ച് അടുത്ത വീഡിയോ ആണെങ്കിൽ ഇവന് മാത്രമായിരുന്നു പ്രൈവറ്റായിട്ട് അയച്ചത്, ഇവൻ്റെ അത് കിടപ്പുണ്ട്, അതുകൊണ്ട് ഇവന് സത്യങ്ങളെല്ലാം അറിയും, പിന്നെന്തിനാ പോലീസിനോടൊക്കെ കള്ളം പറഞ്ഞെന്ന് ചോദിക്കും. ഉടനെ സാറ പറയും അവളമാരങ്ങനെ പുള്ളി ചെയ്യുന്ന വീഡിയോ വെളിയിൽ പോയാലെന്ന് പറഞ്ഞ് കള്ളമൊക്കെ പറയുന്നത് പറയും. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് അവനാണെങ്കിൽ വിശ്വാസം വരുന്നില്ലായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ അവളെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സിഗരറ്റ് കൊടുക്കും. അവൾ ആദ്യമായിട്ടായിരുന്നു അത് വലിക്കുന്നത്. അങ്ങനെ വലിച്ചു കഴിയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ പതി ഇവനുമായിട്ട് കമ്പനിയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് വരും. വരുന്ന വഴിക്ക് അവനാണെങ്കിൽ ഇവളോട് മാക്സിമം ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കും. പക്ഷേ അവളാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ട്രേഞ്ചറിനെ പറ്റി പറയുന്നേ ഇല്ലായിരുന്നു. അന്നേരമാണ് ഇവനാണെങ്കിൽ ഇവൻ്റെ അവസ്ഥ അവളോട് പറയുന്നത്. കാരണം അവർക്ക് 3 പേർക്കും ഉണ്ടായിരുന്ന ആകെ ഒരു ആൺസുഹൃത്ത് ഇവനായതുകൊണ്ട് പോലീസും അവരുടെ പേരൻസും എല്ലാം ഇവനെ സംശയിക്കുന്നെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും സാറാണെങ്കിൽ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയും ഇവനെന്തെങ്കിലും പറ്റുവാണെങ്കിലോ അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ മാത്രം ഇവൾ സത്യം പറഞ്ഞേക്കാമെന്ന്. അന്നേരമാണ് ക്ലോഡിയുടെ അമ്മയാണെങ്കിൽ ഇവനും സാറും കൂടെ നടന്നു വരുന്നത് കണ്ടിട്ട് ദേഷ്യപ്പെട്ട് വരുന്നത്. ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ എന്തോ പ്ലാൻ ചെയ്യുവാണെന്നോ ഓർത്ത് പെട്ടെന്ന് പേടിച്ചു പോയ പേട്രോ ആണെങ്കിൽ ഉള്ള സത്യമെല്ലാം വിളിച്ച് പറയും ഇവള് പൂളിലുണ്ടായിരുന്നോ ആ വീഡിയോ അവൻ്റെ ഉണ്ടെന്നും. ഉടനെ തന്നെ ക്ലോഡിയുടെ അമ്മയാണെങ്കിൽ സാറയ്ക്ക് നേരെ തിരിഞ്ഞ് അവളോട് അവളുടെ മകളെ എന്നാ ചെയ്തെന്ന് ചോദിച്ച് കിടന്ന് ഉടക്കൊണ്ടാക്കാൻ വേണ്ടി തുടങ്ങും. അന്നേരമാണ് സാറയുടെ അമ്മ അങ്ങോട്ട് വരുന്നതും അവളുടെ മകളെ സംരക്ഷിക്കാൻ നോക്കുന്നതും. അങ്ങനെ ക്ലോഡിയുടെ അമ്മയും സാറയുടെ അമ്മയും കിടന്ന് അവിടെ കിടന്ന് വലിയൊരു ഒച്ചപ്പാടും ബഹളമാകും. അവിടുത്തെ നെയ്ബേഴ്സ് എല്ലാം കൂടും. ഇച്ചിരി കഴിയുമ്പോഴേക്കും പോലീസുകാരും വരും. ഇതെല്ലാം സ്ട്രേഞ്ചർ ആണെങ്കിൽ അവൻ്റെ കാറിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഇതിനെ പോലീസാണെങ്കിൽ സാറയോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. അവളോട് എത്ര ചോദിച്ചിട്ട് അവളാണെങ്കിൽ ആ സ്ട്രേഞ്ചറിനെ പറ്റിയോ വാനിൽ ഈ ക്ലോഡിനെ കണ്ട കാര്യവും മിണ്ടത്തേ ഇല്ലായിരുന്നു. അവൾ വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ ആ വീഡിയോ വെളിയിലായാലോ ഒന്ന് പേടിച്ച കള്ളം പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കും. പോലീസുകാർ വീണ്ടും കുത്തി ചോദിക്കുമ്പോഴത്തേന് ഇച്ചിരിയും പിന്നെ ഇവളാണെങ്കിൽ കരയാൻ വേണ്ടി തുടങ്ങും. അന്നേരമാണ് സാറയുടെ അമ്മയാണെങ്കിൽ ഇൻട്രോഗേഷനൊക്കെ മതിയെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് പോകുന്നതും ഇനിയൊരു ലോയർ ഇല്ലാതെ ഇൻട്രോഗേഷന് വരാൻ താല്പര്യമില്ലെന്ന് പറയുന്നത്. പിന്നീട് സാറേ അമ്മയും കൂടെ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും പെട്രോയുടെ അച്ഛൻ വന്നിട്ടാണെങ്കിൽ പെട്രോ കാണിച്ചതിനൊക്കെ സോറി പറയും. ഇതേ സമയത്ത് ആ സ്ട്രേഞ്ചർ ആണെങ്കിൽ സാറയുടെ മുറി കയറിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടുവരുന്ന സാറയുടെ അച്ഛനെയാണെങ്കിൽ അവനടിച്ച് ബോധം കെടുത്തും. പിന്നീട് വീട്ടിൽ വന്ന സാറയുടെ അമ്മയാണെങ്കിൽ അവളോട് ചൂടായിക്കൊണ്ടിരിക്കും. കാരണം സാറയുടെ അമ്മയാണെങ്കിൽ ടൗവിൽ കഴിയാൻ എടുത്തപ്പോഴത്തേക്കും അത് രക്തം കണ്ടായിരുന്നു. അതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കും സാറയാണെങ്കിൽ ഒന്നും പറയാനില്ലാതെ അവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കും. പെട്ടെന്നാണ് ആ സ്ട്രേഞ്ചർ വന്നിട്ട് സാറയുടെ അമ്മേനെ അടിച്ച് ബോധം കെടുത്തുന്നത്. പിന്നീട് സ്ട്രേഞ്ചർ സാറയുടെ അനിയനെ തലമുടി പോകുമ്പോഴത്തേക്കും സാറയാണെങ്കിൽ അവരെ കാല് പിടിക്കും. അങ്ങനെ അവനാണെങ്കിൽ സാറാനെ കൊണ്ട് വെളിയിലേക്ക് പോയിട്ട് വാനിൻ്റെ അടുത്തേക്ക് പോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനാണ് സാറിൻ്റെ ഇടയ്ക്ക് കളിയൊക്കെ 3 പയ്യന്മാരെ കാണുന്നത്. ഉടനെ സ്ട്രേഞ്ചർ ആണെങ്കിൽ ആ വാനുമായിട്ട് അവന്മാരെ ഇടിപ്പിക്കാൻ വേണ്ടി ചെല്ലും. പിന്നീട് സ്ട്രേഞ്ചർ ആണെങ്കിൽ ഇവിടെ കൊണ്ട് കാട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങും. പോകുന്ന വഴിക്ക് സാറൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ചോക്ലേറ്റ് കൊടുക്കും. അവളാണെങ്കിൽ അതൊക്കെ കഴിക്കും. പിന്നീടാണ് അവളാണെങ്കിൽ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും അവൻ്റെ കുറേ റിലീജിയസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇരിക്കുന്ന കാണുന്നത്. അത് സ്ട്രേഞ്ചറിന് വലുതായിട്ട് ഇഷ്ടപ്പെടത്തില്ല. അവനാണെങ്കിൽ അത് മറയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു കാട്ടുപോത്ത് അവർക്ക് വട്ട ചാടുന്നതും ഇവരുടെ വണ്ടി ചെന്ന് ഇടിക്കുന്നതും. അങ്ങനെ സാറയുടെ ബോധം പോകും. ആ സ്ട്രേഞ്ചർ ആണെങ്കിൽ സാറിനെ എടുത്ത് അവൻ്റെ ആ ഹൈഡ് ചെയ്തേക്കുന്ന കേന്ദ്രത്തിലേക്ക് ചെല്ലും. അവിടെ വെച്ച് അവനാണെങ്കിൽ അവൾക്ക് എല്ലാ ശുശ്രൂഷയും കൊടുക്കും. പിറ്റേ ദിവസം അവൾ പതിയെ ബോധമൊക്കെ വന്ന് എഴുന്നേറ്റ് വരും. പിന്നെ അവൾക്ക് പിടി കിട്ടും അവൾ ദൂരെ ചെയ്ത സ്ഥലത്താണ്. അങ്ങനെ അവൾ അതുവഴി നടക്കുമ്പോഴത്തേക്കിനുമാണ് അവൾ ക്ലോഡിയനെയും റോസിയോനെയും കെട്ടിയിട്ടേക്കുന്നത് കാണുന്നത്. അവരാണെങ്കിൽ ഇവളെ കാണുമ്പോഴത്തേക്കും ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് പറഞ്ഞിട്ട് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അവളെ രക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ മനസ്സിലായ സാറയാണെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കും. പക്ഷേ സാറയ്ക്കാണെങ്കിൽ മുഴുവൻ കെട്ടയക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ സ്ട്രേഞ്ചർ വരുന്ന വെച്ച് കേട്ട് അവളാണെങ്കിൽ പോയി ഒളിച്ചിരിക്കും. തിരിച്ചു വരുന്ന സ്ട്രേഞ്ചർ ആണെങ്കിൽ ഓർക്കും ക്ലോഡിയാണെങ്കിൽ രക്ഷപ്പെടാൻ നോക്കിയതാണ്. അങ്ങനെ അവനാണെങ്കിൽ അവിടെ ഇട്ട് അവളെ ക്രൂരമായിട്ട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അവളെ സത്യം വിളിച്ച് പറയും സാറ അയച്ചെന്ന്. അവളാണെങ്കിൽ അവിടെ ഒളിച്ചിരിപ്പുണ്ടെന്നും. ഇത് കേൾക്കുന്ന സാറയാണെങ്കിൽ അതുവഴി കണ്ട ചെറിയ സ്പേസിൽ കൂടെ അവിടെ നിന്നല്ല രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. അങ്ങനെ അവളാണെങ്കിൽ ഇടയ്ക്കൂടെ കണ്ട ചെറിയ സ്പേസിൽ കൂടെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കാലിൽ നിന്നിട്ട് മാക്കയുടെ ബോഡി ചെന്ന് വീഴുന്നത്. പേടിച്ച് അവളാണെങ്കിൽ അവിടെ കിടന്ന് കാറുമ്പോഴത്തേക്കിനും ആ ഉച്ചയായിട്ട് സ്ട്രേഞ്ചർ വന്ന് ഇവളെ സമാധാനിപ്പിക്കും. എന്നിട്ട് അവളോട് പറയും അവളെ ഒന്നും ചെയ്യാനല്ലെന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ച ശേഷം അവളുടെ കയ്യിലേക്ക് കത്തി
കൊടുത്തിട്ട് പറയും അവളുടെ ബുള്ളീസ് ആയിട്ടുള്ള രണ്ടുപേരെ ഇവർക്ക് ഒരുമിച്ച് കൊല്ലാന്ന്. അങ്ങനെ ആ പെണ്ണുങ്ങളുടെ നേരെ വന്ന സാറയാണെങ്കിൽ പെട്ടെന്ന് മനസ്സ് മാറിയിട്ട് സ്ട്രേഞ്ചറിനെ കൊല്ലാൻ വേണ്ടി നോക്കും. സ്ട്രേഞ്ചർ ആണെങ്കിൽ അത് തടഞ്ഞിട്ട് സാറിനെ ഒറ്റയടിക്ക് അങ്ങ് ബോധം കെടുത്തും. ഈ സമയം നോക്കി ക്ലോഡി ആണെങ്കിൽ സ്ട്രേഞ്ചറിൻ്റെ കയറി ചവിട്ടും. അങ്ങനെ സ്ട്രേഞ്ചർ മാറുന്ന സമയം നോക്കി ഈ സാറെ അവനെ കയറി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അവർ തമ്മിലുള്ള മൽപ്പിടത്തിൻ്റെ ഇടയിലാണെങ്കിൽ സ്ട്രേഞ്ചറിൻ്റെ കയ്യിലിരുന്ന തോക്കിന്ന് അറിയാതെ വെടിവിട്ടിട്ട് ക്ലോഡിയുടെ ഒരു കൈ അങ്ങ് നഷ്ടപ്പെടും. പിന്നീട് സാറയാണെങ്കിൽ ആ സ്ട്രേഞ്ചറുമായിട്ട് ശരിക്കും മൽപ്പിടുത്തം ഉണ്ടാക്കിയിട്ട് അവനെ കത്തിയോണ്ട് കുത്തി കൊല്ലും. അത് കഴിയുമ്പോഴത്തേക്കാണ് അവൾക്ക് ശരിക്കും കുറ്റബോധം വരുന്നത്. കാരണം അവളിപ്പോൾ കൊന്നേക്കുന്നതെന്ന് വെച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറിയ ആളെയാണെന്ന് ഓർക്കും. പിന്നീട് സാറാണെങ്കിൽ ആ തോക്കെടുത്തിട്ട് തിരിഞ്ഞ് നിന്ന് രണ്ടുപേരും വെടിവെക്കുന്ന കാണിക്കും. പക്ഷെ അവളാണെങ്കിൽ അവരുടെ കയറിലേക്ക് വെടിവെച്ച് രണ്ടുപേരും രക്ഷിക്കുമായിരുന്നു ചെയ്തത്. പിന്നീട് സാറാണെങ്കിൽ തിരിച്ച് റോഡിൻ്റെ നടുക്കോട്ട് വരുമ്പോഴത്തേക്കിനും അവിടെ വെച്ച് പെഡ്രോയെ കാണും. അവനാണെങ്കിൽ ഇവളുടെ തുണി ഇരിക്കുന്ന രക്തക്കറ എന്താണെന്ന് പോലും ചോദിക്കാതെ അവളെ തിരിച്ച് ടൗണിൽ കൊണ്ട് വിടാമെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ടൗണിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഈ സിനിമ അവിടെ അവസാനിക്കും.